ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഡെഡ് ഓഫ് വിന്റർ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൗണ്ടിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം. പനി കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ശരിയായിട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് മൂവി ചെയ്യാനും കുറച്ച് ലേറ്റായി പോയത്. കഥയിലേക്ക് വരുമ്പോൾ 70 വയസ്സുള്ള നമ്മുടെ ഈ കഥയിലെ നായിക തൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ആ ഒരു ചിതാഭസ്മം ഒരു പുഴയിലേക്ക് ഒഴുക്കാൻ കൊണ്ടുപോവാണ്. പോകുന്ന വഴിക്ക് വഴി തെറ്റി ഒരു ക്യാമ്പിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ രണ്ടുപേരും ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയേക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണ അമ്മൂമ്മമാരെല്ലാം എന്തായിരിക്കും ചെയ്യുന്നത്? പക്ഷെ ഇവിടെ നമ്മുടെ അമ്മൂമ്മ എടുക്കുന്ന ആ ഒരു തീരുമാനം തന്നെ മറ്റൊന്നാണ്. അതെന്താണെന്നും പിന്നെ ഈ ഒരു പെൺകുട്ടി അവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു, ഇതിനുശേഷം ഈ സ്റ്റോറിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ടെൻഷൻ അടിപ്പിച്ച് സ്റ്റോറി പറയുന്നൊരു മൂവി. നിങ്ങൾ ഈ മൂവി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ബാർബ എന്ന് പറഞ്ഞ നമ്മുടെ ഈ കഥയിലെ നായികയാണ്. ഏകദേശം ഒരു 70 വയസ്സ് പ്രായമുണ്ടാവും. തന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്താവിന്റെ ആഗ്രഹപ്രകാരം ഭർത്താവ് മരിക്കുന്നതിന് മുന്നേ തന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നു, തന്റെ ചിതാഭസ്മം ഹിൽഡ എന്ന് പറഞ്ഞൊരു ലേക്കിൽ കൊണ്ടുപോയി ഒഴുക്കണമെന്ന്. കാരണം വേറെ ഒന്നല്ല, ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് അവിടെ വെച്ചാണ്. ഈ കാരണം കൊണ്ട് തന്നെ ബാർബ തന്റെ ഭർത്താവിന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ആ ചിതാഭസ്മമായിട്ട് കാറിലെ ആ ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ നല്ല മഞ്ഞ് വീഴ്ചയുള്ളൊരു സമയമായിരുന്നു. റോഡ് പോലും പകുതി കാണാൻ കഴിയാത്തൊരവസ്ഥ. അത് വലിയൊരു പാലത്തിന് മുകളിലൂടെ പോകുമ്പോൾ അതിനടിയിൽ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമല്ലേ, സത്യത്തിൽ അതൊരു റിവറാണ്. അത് തന്നെ ഈ അവസ്ഥയിൽ മഞ്ഞായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറേ ദൂരം ചെല്ലുമ്പോൾ ഒരു ഡെഡ് എൻഡായി. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് വണ്ടി തിരിച്ച് മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്നും റോഡ് രണ്ടായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അതുമല്ല ബാർബയുടെ കയ്യിലാണെങ്കിലോ മാപ്പെല്ലാം ഉണ്ട്. അപ്പോൾ ആ മാപ്പ് നോക്കിയിട്ട് ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ മറ്റൊരു വഴിയെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കാണ് ഒരു ക്യാബിനടുത്തേക്ക് വണ്ടി കൊണ്ട് നിർത്തുന്നു. അവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും മനസ്സിലായി ഇവിടെ ആൾ താമസം ഉണ്ടെന്ന്. അങ്ങനെ ബാർബ തന്റെ കാറിൽ നിന്ന് ഇറങ്ങി അയാളോട് വഴി ചോദിക്കാതെ പറഞ്ഞിട്ട് അവിടെ കിടക്കുന്ന കാറിനടുത്തേക്ക് ചെല്ലുമ്പോൾ ആ കാറിനുള്ളിൽ 1-2 തോക്കുകൾ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ കാറിനടുത്തായിട്ട് തന്നെ രക്തം കിടപ്പുണ്ട്. എന്താണെന്നറിയാതെ നിൽക്കുമ്പോൾ ഒരാൾ അവിടേക്ക് വരുന്നു. അയാൾ വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങളിവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ബാർബ ഇതുപോലെ കാര്യം പറയും. കുറേ നാളുകൾക്ക് മുന്നെയാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത് മീൻ പിടിക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ചിതാഭസ്മം ഒഴുക്കാനായിട്ട്. എനിക്ക് ആ ലേക്കിലേക്ക് പോകണം, വഴി അറിയത്തില്ല, നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നേ ആ ഒരു വശത്തേക്ക് പോയാൽ മതിയെന്ന്. അപ്പോൾ ബാർബ താഴെ കിടക്കുന്ന ആ ഒരു രക്തം ഉണ്ടല്ലോ അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഒരു മാനിനെ പിടിച്ചിട്ടുണ്ട് അതിൻ്റെയാണെന്ന് പറഞ്ഞിട്ട് ബാർബ ചോദിക്കും, അല്ല എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവസാനം ബാർബ് വണ്ടിയെടുത്ത് ആ ലേക്കിനടുത്തേക്ക് പോവാണ്. അങ്ങനെ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു നദി മുഴുവനായിട്ടും ഐസായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോഴാണ് ബാർബും അവളുടെ ഭർത്താവും ഇതിനു മുന്നേ ഇവിടേക്ക് വരുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ആലോചിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം ബാർബ് ആലോചിച്ച് നോക്കിയിട്ട് അതുപോലെ തന്നെ ബാർബ് ആ ഐസിൽ ഒരു കുഴിയെടുക്കുകയാണ്. അങ്ങനെ നല്ലതുപോലെ തന്നെ അവിടെ ഒരു കുഴിയെടുത്ത് ഇപ്പോൾ ആ വെള്ളത്തിലേക്ക് ഭർത്താവിന്റെ ആ ഒരു ചിത അത് ഒഴുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും പെട്ടെന്നാണ് പുറകിൽ നിന്നും ഒരു ഗൺ ശബ്ദം കേൾക്കുന്നത്. അതെന്താണെന്നറിയാൻ വേണ്ടി ബാർബ് അവിടെ നിന്ന് ഓടി തന്റെ വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ഒളിച്ചിങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി മുകളിൽ നിന്ന് താഴേക്ക് ഓടി വരുന്നു. അതേപോലെ തന്നെ നേരത്തെ കണ്ട ഒരാളുണ്ടല്ലോ അയാൾ ആ പെൺകുട്ടിയുടെ പുറകെ തന്നെ വന്നിട്ട് അവളെ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ആ പെൺകുട്ടിയെ അയാൾ എന്തോ ചെയ്യാൻ പോകുന്നു. ഇത് കണ്ട ബാർബ് തന്റെ ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സ്ഥലത്ത് സിഗ്നൽ ഇല്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് അവർ തന്റെ വണ്ടി എടുത്തിട്ട് നല്ല വേഗതയിൽ ഓടിച്ചോണ്ട് പോകുമ്പോൾ ചെറിയൊരു കയറ്റമായതുകൊണ്ട് തന്നെ വണ്ടി ആ കയറ്റം കയറുന്നില്ല. അങ്ങനെ കുറേ തവണ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഒരു വിധത്തിലും ആ ട്രക്ക് മുകളിലേക്ക് കയറ്റാനായിട്ട് ബാർബിനെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെ ബാർബ് തന്റെ ഭർത്താവിന്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഓക്കെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി ആ ക്യാബിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് ഒളിച്ചിരിക്കുമ്പോൾ അയാളുണ്ടല്ലോ അയാളിപ്പോൾ ക്യാബിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി തന്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഈ ഗ്യാപ്പിൽ ബാർബ് ഓടി ആ ഒരു ക്യാബിനടുത്തേക്ക് ചെന്നിട്ട് ആ ഡോർ ഇടിച്ച് തുറക്കാൻ ശ്രമിക്കും. പക്ഷെ അവരെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ അടുത്തുള്ള ജനാല വഴി ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ പെൺകുട്ടിയെ കാണും. അപ്പോൾ അവളോട് ചോദിക്കും, ഹേയ് നിനക്ക് വേദനിച്ചോ, എന്തെങ്കിലും പറ്റിയതെല്ലാം ചോദിക്കുമ്പോൾ അതിനു മുന്നേ തന്നെ ഇവിടെ 2 കാറുകൾ വരികയാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇപ്പോൾ വെളിയിലേക്ക് പോയല്ലോ അയാളുടെ ഭാര്യയെ കൂട്ടിയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ പേര് ഇതിലെ പർപ്പിൾ എന്നാണ്. നമുക്ക് എന്തായാലും ക്ലാര എന്ന് വിളിക്കാം. അങ്ങനെ അകത്തേക്ക് തന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ട് അയാൾ പറയുന്നുണ്ട്, നീ പറഞ്ഞതുപോലെ തന്നെ അവളെ ഞാൻ പിടിച്ചിട്ടുണ്ട്, നീ പറഞ്ഞ അതേ സ്ഥലത്ത് നിന്നും. അങ്ങനെ ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ബാർബ് വെളിയിൽ നിന്ന് കണ്ടിട്ട് ഇപ്പൊ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സിഗ്നൽ കൊടുക്കണമല്ലോ, അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനാലയിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകത്തില്ല എന്നുള്ള രീതിയിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോഴാണ് ആ പെൺകുട്ടിക്ക് കുറച്ചെങ്കിലും ആശ്വാസമാവുന്നത്, തന്നെ ആരെങ്കിലും രക്ഷിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ അത് കഴിഞ്ഞ് ബാർബ് തിരിച്ച് തന്റെ വണ്ടിയുടെ അടുത്തേക്ക് തന്നെ നടന്നു പോവാണ്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. ക്ലാര ഉണ്ടല്ലോ അവളിപ്പോ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ജനാലയുടെ വശത്ത് ബാർബിന്റെ ഗ്ലൗസും അതേപോലെ തന്നെ
ആ ജനാലയിൽ അവിടെ എഴുതിയ ആ ഒരു മെസ്സേജും കാണുന്നു. കൂടാതെ ബാർബ് നടന്നുപോയ ആ ഒരു കാൽപ്പാടും അവർ കാണുന്നുണ്ട്. അങ്ങനെ ക്ലാര ആ ഗ്ലൗസും കൊണ്ട് അകത്തേക്ക് ചെന്ന് അവളുടെ ഭർത്താവിനോട് ഇത് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്കറിയത്തില്ല, ഇത് വെളിയിൽ കിടന്നാണല്ലോ. അപ്പോൾ അവൻ പറയും ഓ നേരത്തെ ഒരു സ്ത്രീ വഴി ചോദിച്ചു വന്നിരുന്നു, ചിലപ്പോൾ അവരുടേതായിരിക്കാം എന്ന് പറയുന്നതും അവൾ പറയും ശരി വാ നമുക്ക് അവരെ പോയി കാണാമെന്ന് പറഞ്ഞ് ഇപ്പൊ ക്ലാര തന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് ആ നദിയുടെ മുകളിലേക്ക് വരികയാണ്. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കാണ് ഈ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരുന്ന ആളുകൾ ചെറിയൊരു വീട് പോലെ ഉണ്ടാകും. അതുപോലെ ചെറിയൊരു വീടുണ്ടാക്കി നമ്മുടെ ക്ലാര അതിനകത്തിരിക്കും. അപ്പൊ ഇവര് രണ്ടുപേരും നടന്ന് അതിന് മുന്നിലേക്ക് വന്നിട്ട് ഇപ്പൊ ക്ലാര തന്റെ ഭർത്താവിനെ മുന്നിലേക്ക് പറഞ്ഞു വിടും. അപ്പൊ അയാൾ പേടിച്ച് പേടിച്ച് മുന്നിലേക്ക് വരുന്നതും അടുത്ത് വലിയൊരു കുഴി കുഴിച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വന്നങ്ങ് വീഴും. അങ്ങനെ ക്ലാര ഓടിച്ചെന്നിട്ട് തന്റെ ഭർത്താവിനെ ആ വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റുന്നു. അതേസമയം കുറച്ച് ദൂരെയായിട്ട് തന്നെ നിന്ന് ബാർബ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതുമല്ല ഇവരവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബാർബ് പെട്ടെന്ന് അവരുടെ ആ ഒരു ക്യാബിനടുത്തേക്ക് വന്ന് ഈ ബേസ്മെന്റിലേക്ക് പോകാനുള്ള ആ ഒരു ഡോറ് അത് ഇടിച്ചിടിച്ചങ്ങ് തുറക്കും. അതുമല്ല ബാർബ് ഉരുണ്ട് നേരെ താഴേക്ക് വീണിട്ട് നേരെ ആ പെണ്ണിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ വായിലൊട്ടിച്ചിരിക്കുന്ന ആ ഒരു ടേപ്പ് അങ്ങ് മാറ്റും. പക്ഷെ ആ പെൺകുട്ടിയുടെ കയ്യിൽ കെട്ടടിക്കാൻ വേണ്ടി ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ബാർബ് പറയും ഓക്കെ മോളെ നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അവിടെ ഇരുത്തിയിട്ട് നേരെ മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള പൈപ്പ് ഉണ്ടല്ലോ അതങ്ങ് തുറക്കും. എന്നിട്ട് അവിടെയുള്ള കർട്ടൻ, തുണി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ വെള്ളത്തിൽ നനച്ചു വെക്കുകയാണ്. അതേപോലെ തന്നെ റൂമിനകത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ള ബെഡ്ഷീറ്റ് ബാക്കിയുള്ള എല്ലാ തുണികളും കർട്ടനും മറ്റു കാര്യങ്ങളെല്ലാം അഴിച്ചു കൊണ്ടുവന്നിട്ട് ഈ വെള്ളത്തിൽ മുക്കിയങ്ങ് വെക്കും. കാരണം വേറെ ഒന്നുമല്ല, അവരവിടെ നിന്ന് നനഞ്ഞ് ഇവിടേക്ക് വന്നിട്ട് എന്തായാലും ഉണങ്ങിയ ഒരു തുണി നോക്കുമല്ലോ, അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവരിവിടെ നിന്ന് പോയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നനച്ചു വെക്കുന്നത്. അങ്ങനെ അതെല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് ഡോർ തുറന്ന് വെളിയിലേക്ക് വരുന്നതും ബാർബിന്റെ കൈയിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. എന്താന്ന് വെച്ചാല് ക്ലാര ഉണ്ടല്ലോ അവരാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാർബ് പെട്ടെന്ന് താഴേക്ക് വീണ് കാറിനടുത്തൂടെ പതിയെഴഞ്ഞെഴിഞ്ഞ് ഈ കാടിനകത്തേക്ക് ഓടിപ്പോവും. അതുകൊണ്ട് ക്ലാരയ്ക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ഇവര് രണ്ടുപേരും ക്യാബിനകത്തേക്ക് ഓടിക്കയറിയിട്ട് ഈ തണുപ്പ് മാറ്റാൻ വേണ്ടി തീരടുത്തേക്ക് ചെല്ലുമ്പോൾ ആ തീയെല്ലാം നേരത്തെ തന്നെ ബാർബ് അണച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ തണുപ്പ് മാറ്റാൻ വേണ്ടി വേറൊരു മാർഗവുമില്ല. ഇവിടെ ബാർബാണെങ്കിലോ അവിടെ നിന്ന് ഓടി നേരെ തന്റെ ട്രക്കിനടുത്തേക്ക് വന്നിട്ട് അവളുടെ കയ്യിലാണെങ്കിൽ ആ ബുള്ളറ്റ് കൊണ്ടതുകൊണ്ട് തന്നെ വേദന മാറാൻ വേണ്ടി കുറച്ച് ഐസ് വാരി അവിടേക്ക് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാവും. അതുകൊണ്ട് ബാർബ് ആ ചെറിയ വീടുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ക്ലാരയുടെ ഭർത്താവിന്റെ തോക്ക് അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ആ തോക്കെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവിടെ കാണിക്കുമ്പോൾ ക്ലാര അവളുടെ ഭർത്താവും ഇപ്പൊ കാറിനകത്ത് ഇരിക്കുകയാണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്ക് കഴിയുന്നില്ല, പ്രത്യേകിച്ച് അവളുടെ ഭർത്താവിന്. അങ്ങനെ കുറെ നേരം കാറിനകത്ത് ഇരുന്നിട്ട് അങ്ങനെ ശരീരം കുറച്ച് ഉണങ്ങിയതിന് ശേഷം രണ്ടുപേരും വീടിനകത്തേക്ക് കയറിയിട്ട് ക്ലാര ഇപ്പോൾ അവളുടെ ഭർത്താവിനോട് പറയും നിനക്കറിയാലോ ഇന്ന് മാത്രമേ ആ ഒരു സർജൻ ഇവിടേക്ക് വരത്തുള്ളൂ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. അതിലൂടെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, ആ ചെറിയ പെൺകുട്ടിയെ വെച്ചിട്ട് ഇവരെന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ആ ഭർത്താവ് ചോദിക്കും അല്ല നമ്മളെന്തിനാ വെളിയിലേക്ക് പോകുന്നത്, ഇവിടെ വെച്ച് തന്നെ ചെയ്തിവിടെന്ന് ചോദിക്കുമ്പോൾ ക്ലാര പറയും ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ്, ഇവിടെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു ക്രൈം സീനായിട്ട് മാറും, നമ്മൾ എന്തെങ്കിലും തെളിവ് ഇവിടെ അവശേഷിപ്പിക്കും. അതുകൊണ്ടാണ് ഇവിടെ നിന്നും ആ ലേക്കിന് മുകളിൽ ഒരു ക്യാമ്പ് പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് നമുക്കിത് ചെയ്യാന്ന് പറഞ്ഞത്. എന്നോട് നിനക്ക് ഒട്ടും സ്നേഹമല്ലേ, എന്റെ ജീവൻ നിനക്ക് പ്രധാനമല്ലേ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി ഉണ്ടല്ലോ താഴെ കെട്ടിയിട്ടിരിക്കുന്ന അവളുടെ കൈ പുറകിൽ വെച്ച് കെട്ടി അവളെ നേരെ കാറിനടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് കാറിലേക്ക് കയറ്റി കാറിന്റെ മുകൾ ഭാഗത്ത് അവളുടെ കൈ കെട്ടിയിട്ടേക്കാണ്. അപ്പോൾ ഈ ഭർത്താവ് ക്യാമ്പ് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ആ സ്ത്രീയെ പറ്റി നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്നും ചോദിച്ച് ഒരു ഒറ്റയടി. അത് കഴിഞ്ഞ് എന്നിട്ട് അവളുടെ ഭർത്താവിനെ ആ ലേക്കിന്റെ നടുവിലേക്ക് പറഞ്ഞു വിടുന്നു. അയാളാണെങ്കിൽ ഈ ബാഗും വലിച്ചെടുത്ത് അവിടേക്ക് കൊണ്ടുപോയി എന്തൊക്കെ ചെയ്യുമ്പോൾ ബാർബിന് ഒന്നും മനസ്സിലാവുന്നില്ല, ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ്. അതേസമയം പുറകിൽ നമ്മുടെ ക്ലെയർ ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ശബ്ദം കേട്ട് ബാർബ് വീണ്ടും ആ ക്യാബിനടുത്തേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി ബേസ്മെന്റിലേക്ക് നോക്കുമ്പോൾ ആ പെൺകുട്ടിയെ അവിടെ കാണുന്നില്ല. അതുപോലെ ഇപ്പൊ അകത്ത് വന്നതിന് ശേഷമാണ് ബാർബ് അവിടെയുള്ള ഈ ഒരു മീൻ പിടിക്കുന്ന ചൂണ്ടയുണ്ടല്ലോ അത് എങ്ങനെയെങ്കിലും വലിച്ചെടുത്ത് അതൊരു സൂചിയാക്കി മാറ്റി ഇപ്പൊ അവളുടെ ബുള്ളറ്റ് കൊണ്ട് ആ ഒരു മുറിഞ്ഞ ഭാഗമല്ലേ അതെല്ലാം തയ്ച്ചെടുക്കുകയാണ്. അത്ര വേദന സഹിച്ചാണ് ആ ചെയ്യുന്നത്. അതുപോലെ ഇവരുടെ പ്രായം കൂടി നമ്മൾ കണക്കാക്കണം. അങ്ങനെ കൈയെല്ലാം വെച്ച് കെട്ടി അത് കഴിഞ്ഞ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു കാറ് കിടപ്പുണ്ട്. അപ്പൊ ആ കാറ് തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് ലോക്കായിട്ടിരിക്കുകയാണ്. അതുമല്ല ഈ തണുപ്പ് കാരണം നല്ലതുപോലെ മഞ്ഞുമായിട്ടുണ്ട്. അപ്പോൾ ബാർബ് അടുത്തുനിന്ന് ഒരു ചുറ്റിയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ആ കാറിന്റെ കണ്ണാടി ഇടിച്ചു പൊട്ടിച്ച് കാർ എങ്ങനെയും തുറന്ന് അകത്തേക്ക് വന്ന് അതിനകത്തുള്ള റേഡിയോ ഉണ്ടല്ലോ അതുവഴി ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കാനാണ് ശ്രമിക്കുന്നത്. കുറേ നേരം ട്രൈ ചെയ്ത് അവസാനം എന്തോ ഭാഗ്യത്തിന് രണ്ടുപേര് എതിർവശത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവരത്ര വ്യക്തമായിട്ടല്ല കേൾക്കുന്നത്. അപ്പൊ അവർ ചോദിക്കും ഇതാരാന്ന് ചോദിക്കുമ്പോൾ ബാർബ് പെട്ടെന്ന് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ഒരു പെൺകുട്ടിയെ രണ്ടുപേര് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ലേക്ക് ഹിൽഡ അതിനടുത്തായിട്ട് ഒരു വലിയ ക്യാബിനുണ്ട്, അവിടേക്ക് നിങ്ങൾ വരണമെന്നെല്ലാം കറക്റ്റായിട്ട് ലൊക്കേഷൻ എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വ്യക്തമായിട്ട് കേട്ടോ ഇല്ലേന്ന് അറിയത്തില്ല. എന്നിരുന്നാലും ബാർബ് കഴിയുന്നത്ര രീതിയിൽ പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് ഡേവിഡ് ക്ലെയറിന്റെ ഭർത്താവുണ്ടല്ലോ
അയാൾ പെട്ടെന്ന് അവിടേക്ക് വന്ന് ബാർബിനെ വലിച്ചങ്ങ് താഴേക്കിടും. ബാർബിന്റെ കയ്യിലാണെങ്കിൽ ഈ ഗ്ലാസ് പൊട്ടിക്കാനായിട്ട് ചുറ്റിയാലുണ്ടല്ലോ, അതെടുത്ത് ഡേവിഡിന്റെ കാലിലേക്ക് ഒരു ഒറ്റയടി. ഡേവിഡ് താഴെ വീഴുന്നതും ബാർബ് തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അവൻ പറയും, പ്ലീസ് എന്നെ കൊല്ലരുത്, ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത്, അവള് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്, അല്ലാതെ എനിക്ക് ഇങ്ങനെയെല്ലാം ചെയ്യണമെന്ന് തോന്നിയിട്ടല്ല. എന്റെ ഭാര്യയ്ക്ക് അസുഖമാണ്, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആ പെൺകുട്ടിയാണെങ്കിലോ 2-3 തവണ സൂയിസൈഡ് ചെയ്യാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവളെ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അതുമല്ല, ഞാൻ ഇനിയിപ്പോൾ അവളെ സഹായിക്കുന്നത് നിർത്തി എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം, എന്നെ കൊണ്ട് ഒട്ടും കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഡേവിഡ് ബാർബിന്റെ കയ്യിലുള്ള ഒരു വിവാഹ മോതിരമുണ്ട്, അത് ആ ലേക്കിനടുത്ത് വീണുപോയതാണ്, അതെടുത്ത് ബാർബിന്റെ കയ്യിൽ കൊടുക്കും. ഇതുകൂടി ആകുമ്പോഴത്തേക്കും ബാർബിന് അയാളെ വിശ്വാസമായിട്ട്, ഓക്കെ നിങ്ങളൊരു നല്ല മനുഷ്യനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയണം എന്ന് പറയുമ്പോൾ അയാൾ പറയും, അതെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് ഡേവിഡ് അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഡേവിഡിന്റെ കയ്യിലുള്ള ബുള്ളറ്റ് ഉണ്ടല്ലോ അത് ബാർബിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡേവിഡ് തന്റെ കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. പോകുന്ന വഴിക്കാണ് മറ്റൊരു കാറ് എതിരെ വന്ന് നിൽക്കുന്നു. അത് വേറെ ആരുമല്ല, അവന്റെ ഭാര്യ ക്ലെയർ. അവർ പെട്ടെന്ന് കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഏയ് നീ എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് തോക്ക് കൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ഡേവിഡ് പറയും, ഇല്ല എന്നെ കൊണ്ട് ഇനി കഴിയത്തില്ല, എനിക്ക് സഹായം വേണം, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അപ്പോൾ എന്നെ ആര് സഹായിക്കും, എന്റെ സഹായത്തിന് നീ എന്നോടൊപ്പം വേണം, ഞാൻ നിന്റെ ഭാര്യയാണ്, നിനക്ക് എന്നോട് ഇഷ്ടമല്ലേ? അപ്പോൾ ഡേവിഡ് പറയും, ഇതല്ലാതെ വേറെ മാർഗമില്ലേ, ഇത് ശരിയാവത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ക്ലെയർ, ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ഒറ്റ മാർഗം, ആ സർജൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്കിത് ശരിയാക്കാം. അപ്പോൾ ഡേവിഡ് ചോദിക്കും, നീ ആ സർജൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? നമുക്കിതെല്ലാം ഇവിടെ വെച്ച് നിർത്താം, നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ ക്ലെയറിന്റെ മൂക്കിൽ നിന്നും രക്തം വരുവാണ്. അപ്പോൾ ക്ലെയർ പറയും, എന്ത് ഇതിൽ നിന്ന് വിട്ടുപോകാന്നോ? ഒരിക്കലുമില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മരണപ്പെടും എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ബാർബിനെ കാണിക്കുന്നതും ഡേവിഡ് കൊടുത്ത ആ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ, ആ അമ്മൂമ്മ ആ തോക്കിൽ ലോഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാർബ് അവരുടെ ആ ഒരു ട്രക്ക് ഉണ്ടല്ലോ അതിനടുത്തേക്ക് ചെന്ന് ആ ട്രക്കിനകത്ത് നിന്ന് തന്റെ ഭർത്താവിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇതുപോലെ ബാർബ് പ്രഗ്നന്റ് ആയിട്ടുള്ള സമയത്ത് അവൾക്ക് പെട്ടെന്ന് വേദന എടുക്കും. അപ്പോൾ ബാർബിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഈ ട്രക്കിലാണ് അവളുടെ ഭർത്താവ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ കുഞ്ഞിനെ ഇവർക്ക് രക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. അതുമല്ലാതെ ബാർബിനെ പ്രഗ്നന്റ് ആവാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കിയിട്ട് ഇപ്പോൾ ബാർബ് തന്റെ ആ ഒരു ട്രക്കിൽ നിന്ന് ഭർത്താവിന്റെ ഫോട്ടോ എടുത്ത് ഈ ട്രക്ക് അവിടെ നിന്ന് താഴേക്ക് തള്ളിവിടുന്നു. എന്നിട്ട് ബാർബ് നേരെ ആ ട്രക്കിനടുത്തേക്ക് ചെന്ന് ഈ ട്രക്ക് എന്താ ചെയ്യാൻ പോകുന്നറിയോ, അതിപ്പോ കത്തിക്കാൻ പോവാണ്. അങ്ങനെ അതിന്റെ പെട്രോൾ ടാങ്കിനടുത്തേക്ക് ഒരു തുണിയെല്ലാം വെച്ചിട്ട് അതിലിങ്ങനെ കത്തിക്കും. കത്തിച്ചിട്ട് ഓടി അവിടെ നിന്ന് മാറി ചെല്ലുമ്പോൾ അത് കത്തി പെട്ടെന്ന് അടഞ്ഞു പോകും. അങ്ങനെ അത് കത്തിക്കാൻ വേണ്ടി വീണ്ടും അതിനടുത്തേക്ക് ഓടി ചെല്ലുന്നതും ഇത് പിന്നെ കത്താൻ തുടങ്ങാണ്. അപ്പോൾ ബാർബ് പേടിച്ചിട്ട് പുറകിലേക്ക് ഓടുന്നതും പെട്ടെന്ന് ഈ ട്രക്ക് അങ്ങ് പൊട്ടിത്തെറിക്കുന്നു. ഇതിലൂടെ ബാർബ് എന്താ ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ആ ഒരു പുക കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബാർബ് അവിടെ നിന്നും ഓടി ഇങ്ങനെ പോവാണ്. അങ്ങനെ ബാർബ് അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ ഓടി ഓടി അവസാനം റോഡിലേക്ക് എത്തും. അപ്പോഴാണ് ഒരു വണ്ടി ബാർബിന്റെ മുന്നിലേക്ക് വരുന്നത്. അതിൽ 2 പേരും ഉണ്ട്. അപ്പൊ ഇവര് 2 പേരാണ് നേരത്തെ ബാർബിനോട് സംസാരിച്ചത് ആ ഒരു റേഡിയോയിലുണ്ടല്ലോ അതുവഴി. ഇപ്പൊ ഇവര് 2 പേരും തോക്കും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും ബാർബിന്റെ കയ്യിൽ ആ തോക്ക് കാണും. അപ്പോൾ ബാർബ് നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവർ പറയും, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ആ തോക്ക് തരാൻ പറയുമ്പോൾ ബാർബ് അവരുടെ കയ്യിലുള്ള ആ തോക്ക് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഇതുപോലെ 2 പേര് ഭാര്യയും ഭർത്താവും ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. പക്ഷെ ആ ഭർത്താവിന് പരിക്ക് പറ്റിയിട്ട് അയാളെ ഞാൻ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടു, പ്രധാന കുറ്റവാളി അയാളുടെ ഭാര്യയാണ് എന്നുള്ള സത്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ഇവരുമായിട്ട് കാറിൽ നേരെ ആ ക്യാബിനടുത്തേക്ക് ചെല്ലുമ്പോൾ വെളിയിൽ ക്ലെയറിന്റെ കാർ കിടപ്പുണ്ട്. അപ്പൊ ഇവര് 2 പേരും ബാർബിനെ കാറിലെത്തിയിട്ട് അവര് തോക്കുമായിട്ട് ആ കാറിന്റെ അടുത്തേക്ക് നടന്നു പോവാണ്. കാറിന് പുറകിലേക്ക് ചെന്ന്, ഹലോ ആരെങ്കിലും അവിടെ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി വരാൻ പറയുമ്പോൾ അവിടെ നിന്ന് ആരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ 2 പേരും നടന്ന് കാറിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാറിനകത്ത് ക്ലെയറിന്റെ ഭർത്താവുണ്ടല്ലോ അയാൾ മരിച്ചു കിടക്കുന്നു. അത് നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് ഒളിച്ചു നിന്ന ക്ലെയർ ഇവരെ 2 പേരെയും ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഇവർക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ 2 പേരെ അവൾ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് അവിടെ നിന്ന് നടന്ന് നേരെ നമ്മുടെ ബാർബിന്റെ അടുത്തേക്ക് വന്ന് ബാർബിനെ ഷൂട്ട് ചെയ്യാണ്. ബാർബി ഇപ്പോൾ കാറിനകത്ത് ഇരുന്നിട്ട് ആ കാറിനകത്ത് ഇവർ എടുത്തു വെച്ചിരുന്ന ബാർബിന്റെ തോക്കുണ്ടല്ലോ അതെങ്ങനെയും എടുത്ത് കാറിൽ നിന്ന് താഴേക്ക് വീണ് താഴെ കിടന്നിട്ട് ഇപ്പോൾ പേടി കാരണം എങ്ങോട്ടോ ഷൂട്ട് ചെയ്യുന്നു. ഒരുപാട് തവണ ഷൂട്ട് ചെയ്ത് അവസാനം ക്ലെയറിന്റെ കാലിലേക്ക് ബുള്ളറ്റ് കൊള്ളും. അപ്പോൾ ക്ലെയർ താഴെ വീഴുന്നത് കൊണ്ട് തന്നെ ബാർബ് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ആ ക്യാബിനടുത്തേക്ക് ഓടുകയാണ്. ഓടിപ്പോകുന്ന വഴിക്കാണ് കാറിനകത്ത് മരിച്ചിരിക്കുന്ന ഡേവിഡിന്റെ ശരീരം അവർ കാണുന്നത്. എന്നിട്ട് ഓടി ആ ക്യാബിനിലേക്ക് കയറാനായിട്ട് വരുമ്പോൾ ക്ലെയർ പുറകിൽ നിന്ന് ഷൂട്ട് ചെയ്യും. 2-3 തവണ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ക്യാബിന്റെ മുൻവശം ഉണ്ടല്ലോ അതെല്ലാം കൂടി പൊളിഞ്ഞ് ബാർബിന്റെ മുകളിലേക്ക് വന്ന് വീഴാണ്. കുറെ കഴിഞ്ഞ് ബാർബ് കണ്ണു തുറക്കുമ്പോൾ ബാർബും അതേപോലെ തന്നെ ആ ചെറിയ പെൺകുട്ടിയും ഇവര് 2 പേരും ബേസ്മെന്റിൽ കിടക്കുന്നു. അങ്ങനെ ബാർബ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളെയും ഇതുപോലെ കെട്ടിയിട്ടേക്കാണ്. ഇപ്പോഴാണ് മുന്നിലിരിക്കുന്ന ആ പെൺകുട്ടി പറയുന്നത്, എനിക്ക് മരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ
ബാർബ് അവളുടെ പേര് ചോദിക്കും. അവളുടെ പേര് ലിയ എന്നാണ്. അപ്പോഴാണ് ബാർബ് പറയുന്നത്, ഹേയ്, ഈ പേര് എൻ്റെ ഭർത്താവിന് അത്ര ഇഷ്ടമാണ്. ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കിടാൻ വേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ച പേരാണത്. അതുമല്ല, ലിയ പേടിക്കുന്നത് കൊണ്ട് തന്നെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ബാർബ് അവളുടെ മുത്തശ്ശൻ്റെ ഒരു കഥ പറയും. വലിയൊരു മഞ്ഞ് കാറ്റ്, അതിനുള്ളിൽ പെട്ടുപോയ അവളുടെ മുത്തശ്ശൻ, അതിനുള്ളിൽ പെട്ടുപോയ മറ്റാരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ ബാർബിന്റെ മുത്തശ്ശനാണെങ്കിലോ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറിയില്ല. എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാലും മുത്തശ്ശൻ തണുത്തുറഞ്ഞ് മരിക്കുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയും നിൽക്കാതെ ആ മരണക്കാറ്റിൽ നിന്നും തന്റെ മുത്തശ്ശൻ രക്ഷപ്പെട്ടു എന്നുള്ള ആ കഥ ലിയയോട് പറയും. അപ്പൊ ഈ കഥയെല്ലാം പറഞ്ഞിട്ട് ബാർബ് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമുക്കിനി വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് ഒരിക്കലും അറിയത്തില്ല. പക്ഷെ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് പിന്മാറരുത് എന്നുള്ള ആ ഒരു മോട്ടിവേഷനാണ് ബാർബ് ലിയയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പിന്തുടരേണ്ട ഒരു കാര്യം. ഇനി നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും അതിൽ തോറ്റുപോകരുത്. അതേപോലെ ഒരിക്കലും നമ്മൾ പിന്മാറരുത്. മുന്നോട്ട് തന്നെ പോകണം. എന്നാലേ നമുക്ക് എല്ലാവർക്കും അതിജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആ സമയത്താണ് മുകളിൽ ക്ലെയർ ഉണ്ടല്ലോ, അവർ നടക്കുന്ന ശബ്ദം കേട്ടിട്ട് ബാർബിന് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും അഴിച്ചെടുത്തേ പറ്റൂ തൻ്റെ കൈ. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് അവിടെ ചുറ്റിനെല്ലാം നോക്കുമ്പോൾ കുറച്ച് മുകളിലായിട്ട് ഒരു ബോക്സ് ഇരിപ്പുണ്ട്. അതെടുക്കാൻ വേണ്ടി ബാർബ് തൻ്റെ ഷൂ ഊരിയിട്ട് അത് വെച്ച് മുകളിലേക്ക് ഇങ്ങനെ എറിയാണ്. അങ്ങനെ 2 തവണ ആ ഷൂ വെച്ച് എറിഞ്ഞിട്ട് അവസാനം ആ ബോക്സ് താഴെ വീഴുന്നതും അതിൻ്റെ ആ ഒരു ഇരുമ്പ് ഹാൻഡിലുണ്ടല്ലോ അതെങ്ങനെയെങ്കിലും ഇളക്കിയെടുത്തിട്ട് ഇവരുടെ കൈ വിലങ്ങിട്ടേക്കുന്ന ആ ഒരു ഭാഗത്ത് സ്ക്രൂ ഉണ്ട്, അത് ഓരോന്നായിട്ട് ഇങ്ങനെ അഴിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിച്ച് അത് അഴിച്ചെടുക്കും. എന്നിട്ട് ലിയയുടെ കയ്യിലും അത് എറിഞ്ഞു കൊടുത്തിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ പറയും. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ബാർബ് എങ്ങനെയെങ്കിലും കൈവിലം കഴിച്ച് വെളിയിലേക്ക് പോകാനായിട്ടുള്ള വഴി നോക്കുമ്പോൾ മെയിൻ ഡോർ അടച്ചിട്ടേക്കാണ്. അപ്പോൾ സൈഡിലുള്ള ആ ഒരു വഴി ഉണ്ടല്ലോ അതുവഴി പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആ ഭാഗത്ത് എന്തൊക്കെയോ വെച്ചിട്ട് തുറന്ന് ഒരു വിധത്തിൽ അതുവഴി തല വെളിയിലേക്ക് ഇടുമ്പോൾ കറക്റ്റ് വെളിയിൽ തോക്കും കൊണ്ട് ക്ലെയർ വന്ന് നിൽക്കുന്നു. ഇത് കാണുന്നത് ബാർബ് നല്ലതുപോലെ പേടിച്ചു പോകും. അങ്ങനെ ക്ലെയർ നേരെ അവിടേക്ക് വന്ന് ആ ഡോർ അങ്ങ് അടയ്ക്കും. പക്ഷെ ഇവരൊന്നും ചെയ്യുന്നില്ല. അപ്പോഴാണ് ഫ്ലാഷ് ബാക്കിലെ ബാർബ് ഇവിടേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം തന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്താവിന്റെ പേരിലുള്ള സ്വത്തും കാര്യങ്ങളെല്ലാം ബാർബിന് തന്നെയാണ്. അതുപോലെ ഒരു കാര്യം കൂടി ബാർബിന്റെ ഭർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഇവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ആ ഒരു ലേക്കില് അവിടെ വേണം അയാളുടെ അസ്ഥി ഒഴുക്കാനായിട്ട് എന്നുള്ള കാര്യം. അതിനുവേണ്ടിയിട്ടാണ് ബാർബ് ഇവിടേക്ക് വന്നതും. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് കാണിച്ചതിന് ശേഷം ഇപ്പോഴും ക്ലെയർ നമ്മുടെ ബാർബിനെ കൊല്ലാതെ വെച്ചേക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ക്ലെയറിന്റെ കാലിൽ ബുള്ളറ്റ് കൊണ്ടു, അതുകൊണ്ട് അവർക്ക് നടക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അവളുടെ ഭർത്താവ് ഡേവിഡ് ആ റിവറിന്റെ നടുവിലായിട്ട് ഒരു ക്യാമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടേക്ക് കുറച്ചുകൂടി സാധനങ്ങൾ കൊണ്ടുപോകണം. അത് വലിച്ചുകൊണ്ട് പോകാനായിട്ടാണ് നമ്മുടെ ബാർബിനെ അവർ ജീവനോടെ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ബാർബിനെ കൊണ്ടുവന്ന ആ ഒരു സാധനങ്ങൾ വലിച്ചു നേരെ ആ ക്യാബിനടുത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് സാധനങ്ങളെല്ലാം അവിടെ ഇറക്കി വെക്കുമ്പോഴാണ് കാണിക്കുമ്പോൾ ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരുപാട് ബോക്സുകളൊക്കെ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ സർജൻ വന്നതിന് ശേഷം ക്ലെയറിനെ ലിവറിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ അവൾ ഉടനെ മരിക്കാൻ പോകുന്നു. അപ്പോൾ അവളുടെ അതേ രക്തഗ്രൂപ്പുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ട് വേണം ഇത് മാറ്റി വെക്കാൻ വേണ്ടി. അതിനു വേണ്ടിയിട്ടാണ് ലിയ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ ഇവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ബാർബ് ക്ലെയറിനോട് സംസാരിച്ച് നോക്കുന്നുണ്ട്, ഇതൊരു ചെറിയ പെൺകുട്ടിയല്ലേ വെറുതെ വിടാനല്ല. പക്ഷേ ക്ലെയർ ഒരിക്കലും അതൊന്നും കേൾക്കത്തില്ല. ഇപ്പൊ ആ തോക്ക് കാണിച്ച് ബാർബിനോട് തന്നെ പറയും ഇവളെ ആ ഒരു കട്ടിലേക്ക് വെച്ച് കെട്ടാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ ബാർബ് ലിയനെ ആ ഒരു കട്ടിലേക്ക് വെച്ച് കിടത്തിയിട്ട് അവളുടെ കൈ, കാല്, വയറുഭാഗം അതെല്ലാം ആ ബെൽറ്റ് ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ കെട്ടുന്നുണ്ട്. അതുകൊണ്ട് ലിയക്ക് ഇനി അനങ്ങാൻ കഴിയത്തില്ല. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ബാർബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ക്ലെയർ ബാർബിനെ ഷൂട്ട് ചെയ്യും. ബാർബ് നേരെ താഴേക്കൊന്ന് വീഴുന്നു. ബാർബ് അവിടെ വെച്ച് മരിച്ചു. അത് കഴിഞ്ഞ് ക്ലെയർ നേരെ ലിയയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ഡ്രസ്സ് ഉണ്ടല്ലോ അതെല്ലാം കട്ട് ചെയ്തിങ്ങനെ മാറ്റാണ്. എന്നിട്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതെല്ലാം മാർക്ക് ചെയ്യുന്നു. അവിടെയാണ് നമ്മുടെ ബാർബിനെ കാണിക്കുമ്പോൾ ബാർബ് ഇപ്പോഴും മരിച്ചിട്ടില്ല. ബാർബ് അങ്ങനെ തന്നെ എഴുന്നേറ്റ് പുറകിലൂടെ വന്ന് ക്ലെയറിനെ അടിച്ച് താഴെ കിട്ടിട്ട് അവിടെ ഒരു കത്രിയുണ്ട്, അതെടുത്ത് വെച്ച് ക്ലെയറിനെ അവിടെ വെച്ച് തന്നെ കുത്തുന്നു. അത് ഒരുപാട് തവണ. അതുമല്ല രണ്ടുപേരും നല്ലതുപോലെ തന്നെ അതിനകത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ക്ലെയർ വെറുതെ വിടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത അവസാനം ഈ ടെന്റ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് തീ പിടിക്കാൻ തുടങ്ങും. അതുപോലെ ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് നേരെ താഴേക്ക് വെളിയിലേക്ക് വന്ന് വീണിട്ട് ഇപ്പൊ താഴെ കിടക്കുന്ന ആ തോക്കെടുക്കാൻ വേണ്ടി രണ്ടുപേരും മുന്നിലേക്ക് ചെല്ലും. അവസാനം നമ്മുടെ ക്ലെയർ ആ തോക്ക് എങ്ങനെയോ എടുത്തിട്ട് ഇപ്പൊ ബാർബിനെ പിടിച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ബുള്ളറ്റ് താഴെയാണ് കൊള്ളുന്നത്. അത് കഴിഞ്ഞ് ബാർബിനെ ഇടിച്ച് താഴേക്കിട്ട് ബാർബിനെ ഷൂട്ട് ചെയ്ത് കൊല്ലു എന്നുള്ള അവസ്ഥയാകുമ്പോഴത്തേക്കും ആ തോക്കില് ബുള്ളറ്റ് ഇല്ല. അപ്പോൾ ബാർബ് ക്ലെയറിനെ ചവിട്ടി താഴേക്കിട്ടിട്ട് ഇപ്പോൾ വീണ്ടും ക്ലെയർ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് സത്യത്തിൽ നേരത്തെ ആ ടെന്റിനകത്ത് വെച്ച് നമ്മുടെ ബാർബിനെ ക്ലെയർ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ബുള്ളറ്റ് കൊണ്ടിരുന്നത് ബാർബിന്റെ ഭർത്താവിന്റെ ആ ഒരു അസ്ഥി വെച്ചിരുന്ന ബോക്സ് ഉണ്ടല്ലോ അതിലായിരുന്നു. അപ്പോൾ തന്റെ ഭർത്താവ് തന്നെ അവളെ രക്ഷിച്ചു എന്നുള്ളൊരവസ്ഥയായി. ഇവിടെ ആ ടെന്റിനകത്താണെങ്കിലേ ഇപ്പോൾ നല്ലതുപോലെ തന്നെ തീ ഒഴിച്ചിട്ട് ലിയയ്ക്ക് പുറത്തു വരാൻ കഴിയാത്തൊരവസ്ഥ. അവളാണെങ്കിലോ കട്ടിലിങ്ങനെ കിടക്കുകയല്ലേ. രക്ഷപ്പെടാൻ വേണ്ടി അവളും ആ കട്ടിൽ അനക്കി പെട്ടെന്ന് താഴേക്ക് വീണും കെട്ടും പൊട്ടിച്ചിട്ട് അവളും തീ പിടിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ടെന്റിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങും. അവൾ രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ക്ലെയർ ഇത് കണ്ട് അവളുടെ അടുത്തേക്ക് പോകാനായിട്ട് വരുമ്പോൾ
ബാർബ് പെട്ടെന്ന് ബാർബിന്റെ കയ്യിൽ ആ വിലങ്ങിന്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നല്ലോ അതെടുത്ത് ക്ലെയറിന്റെ കാലിലേക്ക് ഇട്ടിട്ട് ആ ഐസും പൊട്ടിച്ച് പെട്ടെന്ന് താഴേക്ക് പോവാണ്. അങ്ങനെ രണ്ടുപേരും വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മുകളിലേക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. ബാർബ് മരിക്കുന്നതിന് മുന്നേ തന്റെ ഭർത്താവിന്റെ അസ്ഥി ആ ചാരം ഉണ്ടല്ലോ ആ ബോക്സ് ഉൾപ്പെടെ തുറന്ന് അയാൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ പുഴയിൽ ഒഴുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ബാർബും അവിടെ വെച്ച് മരിക്കുകയാണ്. അവർ മരിക്കുന്നതിന് മുന്നേ ഒരു പെൺകുട്ടിയുടെ ജീവൻ വരെ രക്ഷിച്ചിട്ടാണ് അവർ മരണപ്പെടുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോൾ ബാർബും അവളുടെ ഭർത്താവും ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് ഇവിടേക്ക് വന്ന് മീൻ പിടിച്ചത്, ഫോട്ടോ എടുത്തത്, ഒരുമിച്ച് ഉമ്മ വെച്ചത് ഇതെല്ലാം ഇവിടെ വെച്ചായിരുന്നു. അതുകൊണ്ടാണ് ബാർബിന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം അയാളുടെ അസ്ഥി ആ ചാരം ഇവിടേക്ക് തന്നെ ഒഴുക്കണമെന്ന് പറഞ്ഞതും. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.